പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ സ്ലീപ്പ് ലൈക്ക് എൻഷുർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു അവേഴ്സിലായിരിക്കില്ല പലപ്പോഴും കാര്യം ഉണ്ടായിരിക്കുക. നമ്മളുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ആയിരിക്കും. അല്ലെങ്കിൽ സ്ലീപ്പിലായിരിക്കും. ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്യാന്നുള്ളതായിരിക്കും നമുക്ക് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നും. പക്ഷെ പലപ്പോഴും നമ്മളിത് ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളത് ലേസിനെസ് ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യാറ്. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് കാര്യങ്ങളാ വരുന്നത്. ആക്ച്വലി നമ്മുടെ ബോഡി നമ്മളോട് സിഗ്നൽ ചെയ്യാണ്. അതായത് യു നീഡ് ടു പോസ് നമ്മള് അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളവരിൽ നിന്നുള്ള കമന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ആയിരിക്കും നമ്മളെ ഹേർട്ട്ഫുൾ ആയിട്ട് മാറുന്നുണ്ടായിരിക്കാം. നമ്മൾ അത് തന്നെ പല സമയത്തും ബോദർ ചെയ്യുന്നുണ്ടായിരിക്കും. ഹലോ എവ്രി വൺ. ആസ് യു ഓൾ നോ നമ്മൾ ക്രിങ്കില് ഹാൻഡിൽ ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയുന്നത് സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അതിൽ തന്നെ ക്ലയൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ പേര് സുനു. ഞാൻ ക്രിങ്കിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഐശ്വര്യ. ഞാനും ക്ലിനിക്കൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ അതിൽ തന്നെ ക്ലയൻസ് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐ ഫീൽ ടയേർഡ് ഈവൻ ആഫ്റ്റർ സ്ലീപ്പിംഗ്. അതെന്തുകൊണ്ടാണെന്നുള്ളൊരു അതെ. അതിപ്പോ സ്ലീപ്പിന്റെ ആണെങ്കില് നമ്മളിപ്പോ ഒരു ഫിസിക്കൽ റെസ്റ്റ് എന്നുള്ള രീതിക്കാണല്ലോ ഇപ്പൊ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഡെയിലി റുട്ടീന്റെ പാർട്ടായിട്ട് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ സ്ലീപ്പ് ലൈക്ക് എൻഷുർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു അവേഴ്സിലായിരിക്കില്ല പലപ്പോഴും കാര്യം ഉണ്ടായിരിക്കുക. നമ്മളുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പിലായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ അത് എൻഷുർ ചെയ്യാന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. കാരണം ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്കൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്റ്റ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻച്വലി ഇപ്പോൾ ഈവൻ ദോ നമ്മളിപ്പോൾ 7 ടു 8 ഹവേഴ്സ് ഉറങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ടയർഡ് ആയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അതിൽ ഇപ്പോൾ ആ ഒരു ഉറങ്ങാൻ പറ്റാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു സ്ലീപ്പിന്റെ ക്വാളിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. നമ്മളൊരു എന്തെങ്കിലും സ്ട്രെസ്സേഴ്സ് ഉണ്ടോ, നമ്മളെ ഒരു ഡിഫിക്കൽട്ടി കോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത് ഡെഫിനറ്റ്ലി നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് തന്നെ പോണം. പിന്നീട് വരുന്നൊരു ചോദ്യമാണ്, കോമൺലി ചോദിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു കാര്യമായിരിക്കും. ഈവൻ ദോ ചെറിയൊരു ടാസ്ക് ആയിരിക്കും. പക്ഷെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുക. അത് ചെയ്യാനായിട്ടൊരു ഡിഫിക്കൽട്ടി അങ്ങനെ ക്ലയൻറ്റ്സ് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ശരി. ഇപ്പൊ ചില സമയത്തെന്ന് പറഞ്ഞാല് നമ്മള് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ബേസിക് റുട്ടീൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്യാന്നുള്ളതായിരിക്കും നമുക്ക് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നും. പക്ഷെ പലപ്പോഴും നമ്മളിത് ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളത് ലേസിനെസ് ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യാറ്. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് കാര്യങ്ങളാ വരുന്നത്. ആക്ച്വലി നമ്മുടെ ബോഡി നമ്മളോട് സിഗ്നൽ ചെയ്യാണ്. അതായത് യു നീഡ് ടു പോസ് അല്ലെങ്കിൽ നമുക്കൊരു റെസ്റ്റ് കാര്യങ്ങൾ വേണം. ബിക്കോസ് നമ്മളിപ്പോ ഒരു കാര്യത്തോട് തന്നെ കുറെ നേരം ഹോൾഡ് ഓൺ ചെയ്യുക, നമുക്കൊരു ഇമോഷണൽ എക്സ്പോഷനും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു എംപ്റ്റി ജാറിൽ നമുക്ക് പോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ നമ്മുടെ ഒരു ബോഡിയുടെ ഒരു സിഗ്നൽ ആയിട്ട് റിമൈൻഡർ ആയിട്ട് അത് എടുക്കുക, ജസ്റ്റ് പോസ് എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. പിന്നെന്ന് പറഞ്ഞാല് ചുറ്റുള്ളവർ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു, പേഴ്സണലൈസ് ചെയ്തെടുക്കുന്നു എന്നുള്ള ഒരു കാര്യം. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മള് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളവരിൽ നിന്നുള്ള കമന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ആയിരിക്കും നമ്മളെ ഹേർട്ട്ഫുൾ ആയിട്ട് മാറുന്നുണ്ടായിരിക്കാം. നമ്മൾ അത് തന്നെ പല സമയത്തും ബോദർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പൊ അതിൽ നമുക്കൊരു ഗുഡ് നോട്ടിൽ നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എമ്പത്തറ്റിക് ആണെന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ക്വാളിറ്റീസ് ആയിരിക്കും അല്ലേ. പക്ഷെ പലപ്പോഴും നമുക്ക് അവിടെ ഒരു ഇമോഷണൽ ബൗണ്ടറീസ് ആയിരിക്കും സെറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം. ഒരു ഇമോഷണൽ ബൗണ്ടറീസ്, അതിന്റെ കൂടെ തന്നെ ഒരു നമ്മുടെ ഒരു സെൻസ് ഓഫ് സെൽഫ് വർത്ത്. ഇപ്പോൾ ബാക്കിയുള്ള ഒരു കമന്റ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നമ്മളുടെ ഒരു സെൽഫ് വർത്തിൽ അതിലൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പാടില്ലല്ലോ. അപ്പൊ അതിൽ നമ്മൾ സെൽഫ് വർത്ത് അവിടെ എൻഷുർ ചെയ്യാന്നുള്ളതൊരു നീഡാണ്. അപ്പൊ അതാണ് നമുക്ക് അവിടെ ഒരു ഗോൾ ആയിട്ട് എടുക്കേണ്ടത്. ഇമോഷണൽ ബൗണ്ടറീസിലും സെൽഫ് വർത്തിലും വർക്ക് ചെയ്യാന്നുള്ളത്. അതിന് ആക്ച്വലി തെറപ്പി ഒരു നല്ലൊരു കാര്യമായിരിക്കും. നമുക്ക് അതിലേക്ക് ആ ഒരു ഗ്രോത്ത് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട്. അപ്പൊ ക്ലയൻസ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല ഇറിറ്റേറ്റഡ് ആവാനായിട്ട്. ബട്ട് സ്റ്റിൽ നമ്മളെ ബോദർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പോസിബിൾ കോസ് ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ ഇവൻച്വലി ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അതെ, അതെ. ഇത്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു സർഫസ് ലെവലിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അല്ലേ. അതായത് നത്തിങ് മേജർ ഈസ് ഗോയിങ് ഓൺ, പക്ഷെ നമ്മളിപ്പോ പെട്ടെന്ന് സ്നാപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഒരു സ്ലൈറ്റസ്റ്റ് തിങ്, ഇപ്പൊ ഒരാൾ ഒച്ചയെടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോ കുട്ടി കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങൾ വന്ന് ചോദിക്കുക. അപ്പം നമ്മൾ ആക്ച്വലി ഇത് പെർസീവ് ചെയ്യുന്നത് നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർവെൽംഡ് ആയിരിക്കും. അതായത് നമുക്ക് ആ ഒരു സിറ്റുവേഷന്റെ മേലൊരു കൺട്രോൾ കിട്ടാനായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ അതൊരിക്കലും ആ ഒരു മൊമെന്റിലെ ഫ്രസ്ട്രേഷൻ അല്ലല്ലേ. അതായത് പലപ്പോഴും ആഡഡ് അപ്പ് ആയിട്ട് വന്ന നമ്മൾ റിസോൾവ് ചെയ്യാത്ത പല ഒരു കാര്യങ്ങളാണ് ശരിക്കും നമ്മളെ ആ ഒരു മൊമെന്റിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമ്മളോട് കമ്പാഷനേറ്റ് ആവുക, ഒന്ന് പോസ് ചെയ്യുക, ആ ഒരു സിറ്റുവേഷന്റെ മേലൊരു കൺട്രോൾ എന്നതിനെക്കാട്ടിലും നമ്മള് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബേർഡൻ ആണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ആരോടും സ്പീക്ക് ചെയ്യാത്ത നമ്മുടെ ഒരു വെറീസ് കാര്യങ്ങളായിരിക്കും, നമ്മുടെ തന്നെ ഒരു മെന്റൽ ക്ലട്ടർ കാര്യങ്ങളായിരിക്കും.
അപ്പൊ നമ്മുടെ സെൽഫിലേക്ക് തിരിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് അവിടെ. പിന്നെന്ന് പറഞ്ഞാല് മുന്നേ നല്ല പ്രൊഡക്റ്റീവ് ആയിരുന്ന ഒരാള്. ഉം. എന്നാ ഇപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഉം. എന്നുള്ളൊരു ഉം. കാര്യം പറയാം. ഉം. അത് കൂടുതൽ നമുക്ക് വരുന്നൊരു കൺസേൺ ആണല്ലേ. കാരണം മോസ്റ്റ്ലി പ്രൊഡക്ടിവിറ്റീനെ ആയിരിക്കും നമ്മൾ ആ ഒരു എൻഡ് റിസൾട്ട് ആയിട്ട്, കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷർ ആയിട്ടായിരിക്കും അവിടെ പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട് മുന്നത്തെ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. പലപ്പോഴും നമ്മളവിടെ വർക്ക് എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മളുടെ ചിലപ്പം സിറ്റുവേഷൻസ് ചേഞ്ച്ഡ് ആയിരിക്കും. അത് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളവിടെ കുറച്ചും കൂടെ നമ്മളെ ഫോഴ്സ് ചെയ്യായിരിക്കും പലപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കുക, പ്രൊഡക്റ്റീവ് ആവാനായിട്ട്, അല്ലെങ്കിൽ മുന്നത്തെ അത്ര ഇല്ലല്ലോ എന്നുള്ളൊരു തോട്ടൊക്കെ ആയിരിക്കും നമ്മളെ ബോദർ ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത് ഒരു വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ ഇടയിൽ, അതുപോലെ ന്യൂ മദേഴ്സിന്റെ ഒക്കെയാണ്. കാരണം മുന്നത്തെ ഇപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ തന്നെ അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു മേജർ ലൈഫ് ഇവന്റ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചേഞ്ചസ് വരുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു തോട്ട് വരുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. അതെ, അപ്പൊ നമ്മൾ അവിടെ ഒരു നമ്മൾ കൂടുതൽ നമ്മളെ പുഷ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബേൺ ഔട്ട് ആവുകയാണ്. നമ്മളിങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഒരു ലൂപ്പിൽ തന്നെയാണല്ലോ. കാരണം ഇത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റീവ് സെൽഫിലേക്ക് പോകുന്നില്ല അതെ. എന്നാൽ നമുക്കത് എന്താന്നുള്ളത്, അതെ അതെ. അപ്പോൾ നമുക്കതിൽ എന്താണ് ആ ഒരു ഫാക്ടർ വരുന്നത് എന്നുള്ളത് അഡ്രസ്സ് ചെയ്തിട്ട് പോവാന്നുള്ളത്, എന്തായിരിക്കും നമ്മളവിടെ ഒരു പ്രൊഡക്റ്റീവ് ആവാതെ പ്രിവെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് പോകേണ്ടി വരും. പിന്നെ പലപ്പോഴും ക്ലയൻസ് പറയുന്ന ഒരു ഇതാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു റെസ്റ്റ് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ഭയങ്കര ഗിൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അത് ശരിയാ. പിന്നെ കൂടുതൽ പേരൻറ്സ് കാര്യങ്ങളാണല്ലോ ഇത് പറയലുണ്ട്. അതായത് ഒരു 5 മിനിറ്റ് അവർക്ക് വേണ്ടി തന്നെ ഒരു സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു കപ്പ് ഓഫ് കോഫി കാര്യങ്ങളായിട്ട് നമുക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗിൽറ്റ് ഫീലിംഗ് കാര്യങ്ങൾ, അതായത് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇപ്പൊ പ്രൊഡക്റ്റീവ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ആക്ച്വലി നല്ല ടയേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവൻ അർജന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് കിക്ക് ഇൻ ചെയ്യുകയാണെന്നുള്ളത് മേ ബി നമ്മൾ പലപ്പോഴും റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്യേണ്ട ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. ഒരു റിവാർഡ് പോലെയാണ് കാണുന്നത്. പക്ഷെ റെസ്റ്റ് എന്ന് പറയുന്നത് അത്രയും നമുക്ക് ഫുഡും സ്ലീപ്പും ഒക്കെ പോലെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് ഒരാൾ ലെസ് റെസ്പോൺസിബിൾ ആവുന്ന ഒന്നും ഇല്ല. ഇറ്റ് മേക്സ് യു മോർ ഹ്യൂമൻ അല്ലേ. അപ്പൊ പലപ്പോഴും ആ ഒരു റെസ്റ്റ് കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈവൻ മോർ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് അടുത്ത ടാസ്കുകളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കൺസേൺസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. അതുപോലെ തെറപ്പിയുടെ നീഡ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ക്രിങ്കിനെ കോൺടാക്ട് ചെയ്യുക. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും.